സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു രംഗനാഥ ക്ഷേത്രത്തിലെത്തിയതും വെങ്കിട്ട ഭട്ടിന്റെ വീട്ടിൽ തങ്ങിയതും കുഞ്ഞു ഗോപാലിനെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ സ്വീകരിച്ചതും തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ ആ ഗോപാൽ വളർന്നു വലുതായി വൃന്ദാവനത്തിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. ശേഷം എന്ത് സംഭവിച്ചെന്ന് നോക്കാം. അങ്ങനെ ഗോപാൽ ഭട്ട് ഗോസ്വാമി വൃന്ദാവനത്തിലെത്തി. മഹാപ്രഭു ജഗന്നാഥ്പുരിയിലായിരുന്നതിനാൽ അദ്ദേഹത്തെ കാണാനാകാത്തതിൽ വിഷമിച്ചു. ഉടൻ തന്നെ രൂപഗോസ്വാമി ഗോപാൽ അവിടെ എത്തിയ വിവരം മഹാപ്രഭുവിനെ അറിയിച്ചുകൊണ്ട് സന്ദേശം അയച്ചു. ഗോപാൽ ഒരിക്കൽ വൃന്ദാവനത്തിലെത്തും എന്ന മഹാപ്രഭുവിൻ്റെ സൂചന നേരത്തെ ലഭിച്ചിരുന്നതിനാൽ അദ്ദേഹം എത്തിയപ്പോൾ തന്നെ മറ്റ് ഗോസ്വാമിമാർ അദ്ദേഹത്തെ സ്വന്തം സഹോദരനെ പോലെ വാത്സല്യത്തോടെയും കരുതലോടുകൂടിയും പെരുമാറി. എല്ലാം അറിയുന്ന പരമപുരുഷനായ ഭഗവാൻ ലീലയിൽ മഗ്നമായിക്കൊണ്ട് ഗോപാൽ ഭട്ട് ഗോസ്വാമി വൃന്ദാവനത്തിലെത്തിയ സന്ദേശം അറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുകയും ഭഗവാൻ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള പീഠവും കൗപീനവും മേൽവസ്ത്രവും സമ്മാനമായി അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സമ്മാനങ്ങൾ മഹാപ്രഭുവിൽ നിന്നും സ്വീകരിച്ച ഗോപാൽ ഭട്ട് ഗോസ്വാമി ആനന്ദഭരിതനായി മഹാപ്രഭുവിൻ്റെ പ്രസാദമായി കണ്ട് ആരാധിച്ചു. മഹാപ്രഭുവിൻ്റെ ഈ ഇരിപ്പിടവും വസ്ത്രങ്ങളും ഇപ്പോഴും രാധാരമണ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു. രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി എന്നിവരെ പോലെ തന്നെ ഗോപാൽ ഭട്ട് ഗോസ്വാമിക്കും സ്ഥിരമായൊരു വാസസ്ഥലം ഉണ്ടായിരുന്നില്ല. അവർ വിവിധ നികുഞ്ചങ്ങളിൽ രാത്രി ചിലവഴിച്ചു. ശ്രീ ഗോപാൽ ഭട്ട് ഗോസ്വാമി വേദശാസ്ത്ര പഠനത്തിലും ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിലും സമയം ചിലവഴിച്ചു. മഹാപ്രഭു ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷനായതിനു ശേഷം ശ്രീ ഗോപാൽ ഭട്ട് ഗോസ്വാമിക്ക് ഭഗവാനിൽ നിന്നും അതിതീവ്രമായ വിരഹം അനുഭവപ്പെട്ടു. തൻ്റെ പ്രിയ ഭക്തനെ ആശ്വസിപ്പിക്കാനായി ഭഗവാൻ തീരുമാനിച്ചു. എന്നിട്ട് എൻ്റെ ദർശനം വേണമെങ്കിൽ നേപ്പാളിലേക്കൊരു യാത്ര നടത്തൂ എന്ന് ഭഗവാൻ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു. നേപ്പാളിലെത്തി ഗണ്ഡകി നദിയിൽ കുളിച്ച ശേഷം തൻ്റെ കമണ്ഡലുവിൽ വെള്ളം നിറയ്ക്കവേ നിരവധി സാളഗ്രാമ ശിലകൾ അതിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അത് തിരികെ നദിയിൽ ഇട്ട ശേഷം വീണ്ടും കമണ്ഡലുവിൽ ജലം നിറച്ച സമയം വീണ്ടും ശിലകൾ പാത്രത്തിൽ പ്രവേശിച്ചു. മൂന്നാം തവണയും തൻ്റെ പാത്രം കാലിയാക്കിയിട്ട് ജലമെടുത്തപ്പോഴും ഈ പ്രതിഭാസം ആവർത്തിച്ചു. അതിനെ തുടർന്ന് ഇത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് ചിന്തിച്ച് അദ്ദേഹം 12 സാളഗ്രാമ ശിലകളുമായി വൃന്ദാവനത്തിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന് ലഭിച്ച ഈ 12 ശിലകളും ആരാധിക്കുകയും എവിടെ പോയാലും കൂടെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ധനികനായ വ്യക്തി വൃന്ദാവനത്തിലെത്തി വിഗ്രഹങ്ങളെ അണിയിക്കുന്നതിനായി വിലയേറിയ വിവിധ തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും സമർപ്പിച്ചു. എന്നാൽ സാളഗ്രാമശിലയിൽ ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിക്കുവാൻ കഴിയാത്തതിൽ അദ്ദേഹം വിഷമിച്ചു. അങ്ങനെയിരിക്കെ നരസിംഹ ചതുർദശി ദിവസത്തിൽ നരസിംഹ ഭഗവാന്റെ ലീലകൾ ധ്യാനിക്കവേ അദ്ദേഹം അതീന്ദ്രിയമായ ഭക്തിഭാവത്തിലേക്ക് മാറി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് വിലപിക്കുവാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് വളരെ കരുണാമയനും ഭക്തരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നവനുമാണ്. സുന്ദരമായ കരങ്ങളും പദകമലങ്ങളും ആനന്ദഭരിതമായി പുഞ്ചിരിക്കുന്ന മുഖവും താമര കണ്ണുകളുമുള്ള അങ്ങയുടെ രൂപത്തിൽ അവിടുത്തെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വിഗ്രഹരൂപം ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര മനോഹരമായി അലങ്കരിക്കുവാൻ കഴിയുമായിരുന്നു എന്നിങ്ങനെ അദ്ദേഹം വിലപിച്ചു. അതിനുശേഷം എന്നത്തെയും പോലെ ഭഗവാന് നിവേദ്യം സമർപ്പിച്ച് ആരതിയും ചെയ്ത് സാളഗ്രാമശിലകളെ മൂടിവെച്ചു. എന്നിട്ട് അദ്ദേഹം ഉറങ്ങി. അടുത്ത പ്രഭാതത്തിൽ യമുനാ നദിയിൽ സ്നാനം ചെയ്ത ശേഷം പൂജയും ആരതിയും ചെയ്യുന്നതിനായി സാളഗ്രാമശിലകളെ അനാവരണം ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തി. 12 ശിലകളിൽ ഒരു ശില ഭഗവാന്റെ ത്രിഭാംഗ രൂപത്തിലുള്ള ഓടക്കുഴൽ വായിക്കുന്ന അതിമനോഹര രൂപത്തിൽ പ്രകടമായിരിക്കുന്നു. ഈ വാർത്തയറിഞ്ഞ് ഗോസ്വാമിമാരും മറ്റ് വൃന്ദാവനവാസികളും ഭഗവാനെ കാണുവാനായി ഓടിയെത്തി. ഭൂമിയിലെ മാത്രമല്ല മറ്റെല്ലാ ഉപരിലോകങ്ങളിലെയും എല്ലാവരുടെയും മനസ്സിനെ അമ്പരിപ്പിക്കുന്ന ആ ഭഗവാന്റെ രൂപത്തിന് ശ്രീ രാധാരമൺ ദേവ് എന്ന് ഗോസ്വാമിമാർ നാമകരണം ചെയ്തു. ഭഗവാന്റെ മറ്റു വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശ്രീ രാധാരമൺ ദേവിന് പല്ലുകളും നഖങ്ങളും ഉൾപ്പെടെ മറ്റ് വളരെ സങ്കീർണങ്ങളായ സവിശേഷതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിലായി അദ്ദേഹം സ്വയം പ്രത്യക്ഷമായ യഥാർത്ഥ സാളഗ്രാമശിലയുടെ ഭാഗങ്ങളും കാണാൻ കഴിയും. വൃന്ദാവനത്തിലെ മറ്റ് 3 പ്രധാന വിഗ്രഹങ്ങളായ ശ്രീ രാധാ ഗോവിന്ദദേവന്റെ സുന്ദരമായ മുഖവും
ശ്രീ രാധാ ഗോപിനാഥ ഭഗവാന്റെ വക്ഷസ്ഥലവും ശ്രീ രാധാ മദൻ മോഹന്റെ അതേ സുന്ദരമായ പാദവും ഒന്നിക്കുന്ന രൂപമാണ് ശ്രീ രാധാരമൺ ദേവിനുള്ളത്. അങ്ങനെ ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമി ശ്രീ രാധാരമൺ ദേവിൻ്റെ സേവനം ചെയ്യുവാൻ തുടങ്ങി. ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ ഭക്തി വളരെ സവിശേഷ ആഴമേറിയതായിരുന്നു. ചൈതന്യ മഹാപ്രഭു രാധാരമൺജിയിൽ നിന്നും വ്യത്യസ്തനല്ല. ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ സ്നേഹത്തിന് വിധേയനായി ചിലപ്പോൾ ഭഗവാൻ ഗൗരസുന്ദര രൂപത്തിലും അദ്ദേഹത്തിന് മുൻപിൽ പ്രകടമായി. ശ്രീല ഗോപാൽ ഭട്ട് ഗോസ്വാമി ശ്രീനിവാസാചാര്യരുടെ ദീക്ഷാഗുരുവാണ്. അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. സത് സന്ദർഭകാരിക, സത് ക്രിയാസാര ദീപിക, ലഘു ഹരിഭക്തി വിലാസം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. വൈഷ്ണവ ആചാരങ്ങൾക്കുള്ള നിയമസംഹിതയായ ഹരിഭക്തി വിലാസം സനാതൻ ഗോസ്വാമി സമാഹരിച്ചത് ഗോപാൽ ഭട്ട് ഗോസ്വാമിയുടെ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്. 45 വർഷക്കാലം വൃന്ദാവനത്തിൽ താമസിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ച ശേഷം അദ്ദേഹം വളരെ വിനയത്തോടെ ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ചൈതന്യ ചരിതാമൃതത്തിൽ തൻ്റെ പേര് പരാമർശിക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ശ്രീ ഗോപാൽ ഭട്ട് ഗോസ്വാമി ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യലീലയിൽ ഗുണമഞ്ജരിയായിട്ടാണ് രാധാകൃഷ്ണന്മാരുടെ സേവനം ചെയ്യുന്നത് എന്ന്.